പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എന്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. എൻ്റെ കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ ഫലമായി കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ നടന്ന 10,000-കണക്കിന് ഉടമ്പടി ധ്യാനത്തിൻ്റെയും ആരാധനയുടെയും ശക്തിയാൽ ഇപ്പോൾ പ്രാർത്ഥന കൂടുന്ന ഈ വെളുപ്പാങ്കാലത്തിൽ നിന്ന് പ്രാർത്ഥന കൂടുന്ന, അല്ലെങ്കിൽ എപ്പോഴാണോ സൗകര്യപ്പെടുന്നത്, ചില സമയത്ത് ചിലർക്ക് രോഗികൾ താമസമൊക്കെ പോകും എഴുന്നേക്കാൻ. ഇപ്പം കൂടുന്ന സമയത്ത് കർത്താവിൻ്റെ കൃപ 5:30 കൂടാൻ പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും തടിയെ ജീവനുള്ളവരെല്ലാം ആ സമയം തന്നെ കീപ്പ് ചെയ്യാൻ നോക്കണം. അപ്പം ചിലപ്പോൾ വിമാനത്തിലൊക്കെ ആയിപ്പോവും ആ സമയത്ത്, അല്ലെങ്കിൽ വാഹനത്തിലായിപ്പോവും. അപ്പം ആ ഒരു എക്സെപ്ഷൻ ചിലപ്പോൾ ഉണ്ടാവും. അപ്പം നമുക്ക് പറ്റുന്ന സമയത്താണ് കൂട്ടണത്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ എക്സെപ്ഷൻ ഉള്ളൂ. കർത്താവ് ആ സമയത്ത് എപ്പോൾ കൂടിയാലും അങ്ങനെ മക്കളെ നീ ആശീർവദിക്കണം. കർത്താവേ, അങ്ങ് മാത്രമേ ഞങ്ങൾക്ക് ഒരു സന്ധിപ്പുള്ളൂ. നീയാണ് വഴി, നീയാണ് വാതിൽ. നിന്നിലൂടെ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ പൂർണ്ണമായി അടിയറ വെച്ചിരിക്കുകയാണ്. കർത്താവേ, ശാരീരികമായി തളർന്നു കിടക്കുന്നവരുണ്ട്, ശാരീരികമായി രോഗാതുരത പനി പിടിച്ചിരിക്കുന്നവരും, കടലിൽ നിന്ന് പൊങ്ങാൻ പറ്റാത്തവരും, പൊങ്ങിയിട്ട് നീരും വെച്ചിരിക്കുന്നവരൊക്കെ ഉണ്ട്, വേദന ഉള്ളവരുണ്ട്. അവരെല്ലാം ദൈവമേ സ്പർശിക്കണമേ. കർത്താവേ, എവിടെ പോകാനാണെന്നും വിചാരിച്ചുകൊണ്ട് മനസ്സിടിഞ്ഞ് കിടക്കുന്നവരുണ്ട്. അവർ പോകുന്ന കാര്യങ്ങൾ നടക്കത്തില്ലാത്തത് കൊണ്ട് അവർക്ക് മനസ്സിന് പ്രയാസമുണ്ട്. ദൈവം, എങ്കിലും ഞാൻ അവരെ നിൻ്റെ നാമത്തെ ആസ്വദിക്കുകയാണ്. അവർ പോകും ദൈവമേ. അവിടെ കൂടെ അമ്മയെ, പരിശുദ്ധമ്മേ, അമ്മ പോകണം. സഞ്ചാരി മാതാവേ, അവരുടെ കഴിവ് കൊണ്ടല്ല, അവരെടുത്ത ഉടമ്പടിയുടെയും അവർ ഇത്രയും നാൾ അവർക്ക് വേണ്ടി ഞങ്ങളെ പ്രാർത്ഥിച്ചിരിക്കുന്ന കൃപാസനത്തിൻ്റെ പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിലും ആധാരത്തിലും ഓ ദൈവമേ, തന്നെ പറയാൻ കഴിവില്ലാത്തവർ, സഹായിക്കാൻ ആരുമില്ലാത്തവർ,
പലതരത്തിലുള്ള ആക്ഷേപങ്ങളിൽ ജീവിക്കുന്നവരവിടെ എല്ലാം കർത്താവേ നീ കൂടെ പോകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കുഞ്ഞുങ്ങൾ പരീക്ഷ എഴുതിയിട്ടുണ്ട്, മുതിർന്നവർ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, അവിടെ വലിയ ടെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്, ഓരോരോ തരത്തിലുള്ള പരീക്ഷ, PhD അവിടെ വൈവകൾ, അവിടെ പ്രസൻറ്റേഷൻസ്, അതുപോലെ തന്നെ ഓരോരോ മേഖലകളിൽ പഠിച്ച് പരീക്ഷ എഴുതി കഴിഞ്ഞവർ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, കർത്താവേ റിസൾട്ട് കിട്ടിക്കഴിയുമ്പോൾ ഇത്തിരി പഠിച്ചാൽ മതിയായിരുന്നു, ഇത്തിരി കിട്ടിയാലെന്നൊക്കെ ഓർത്ത് നിരാശപ്പെടാതിരിക്കാൻ കർത്താവേ, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ദൈവമേ, മക്കളുടെ കഴിവിനേക്കാൾ ഉപരി നിൻ്റെ കൃപ കൊണ്ട് അവർക്ക് സമർത്ഥമായ മാർക്ക് കിട്ടി അവർ പിടിച്ചു കയറാനുള്ള കഴിവ് അവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞാൻ അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ജോലി സംബന്ധമായ കാര്യങ്ങൾ, വിൽക്കാത്ത തോട്ടങ്ങൾ, വിൽക്കാത്ത പാടങ്ങൾ, വിൽക്കാത്ത സ്ഥലങ്ങൾ വിറ്റുമാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പലതരത്തിലുള്ള ജീവിത ദുരിതങ്ങൾ, ഓരോരോ ഉദ്യമങ്ങൾ, സംരംഭങ്ങൾക്ക് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവർ, കടകമ്പോളം നടത്താൻ പോകുന്നവർ, നഷ്ടപ്പെട്ട ജോലി തിരിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, അതുപോലെ തന്നെ വ്യാപാര വ്യവസായങ്ങൾ, പുതുതായിട്ട് സംരംഭം ആരംഭിക്കാൻ പോകുന്നവർ എല്ലാവരെയും ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവ്, യാത്ര ചെയ്യുന്നവർ, യാത്രയ്ക്ക് ഒരുങ്ങുന്നവർ, യാത്രയ്ക്ക് വേണ്ട രേഖകൾ ക്രമീകരിക്കുന്നവർ എല്ലാവരെയും ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ആരെങ്കിലും എൻ്റെ കാര്യം അച്ഛൻ പറഞ്ഞില്ലല്ലോ എന്നോർത്ത് വിഷമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവപൈതലെ 7 ദിവസത്തിനുള്ളിൽ നിൻ്റെ വിഷയത്തിന് മേൽ തീരുമാനം ഉണ്ടാകും. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തി അതിനെ അനുഗ്രഹിക്കപ്പെടട്ടെ. പെന്തക്കോസ്ത യാത്രയാണ്. ആത്മീയ താരം നിക്കദേമൂസാണ്. നിക്കദേമൂസ് കർത്താവിൻ്റെ ഈ വർത്തമാനമെല്ലാം കേട്ടപ്പോൾ ചോദിച്ചത്, പ്രായമായി എനിക്ക് അമ്മയുടെ ഉദരത്തിൽ പ്രവേശിച്ച് വീണ്ടും ജനിക്കാൻ പറ്റുമോ? യോഹന്നാൻ 3:4. നിക്കദേമൂസ് ചോദിച്ചു, പ്രായമായ മനുഷ്യന് ഇതെങ്ങനെ സാധിക്കും? അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് അവന് ജനിക്കാൻ കഴിയുമോ? അപ്പോഴെന്താ പ്രശ്നം വെച്ചാൽ, നമ്മൾ ഇന്നലെ പറഞ്ഞ പ്രശ്നമാണ്, ഞാനത് ആവർത്തിക്കുന്നില്ല. ഇത് പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈശോ പറയണത്, ഈശോ അതിനൊരു മറുപടി പറയും. യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. പക്ഷെ ഇതിന്റെ ഷാർപ്പ് ആൻസർ ഏതാണെന്നറിയാവോ? അതായത് ആത്മാവിലും ജനിക്കണം, ആത്മാവും അത് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. അതാണ് എൻ്റെ യഥാർത്ഥ. ഇത് ഈ നമ്മുടെ ജഡത്തെ മെറ്റീരിയലൈസ് ചെയ്യാനും സ്പിരിച്വലൈസ് ചെയ്യാനുള്ള ബൈബിൾ സൊല്യൂഷൻ ഇതാണ്. എന്താണ്? യോഹന്നാൻ 6:63. ആത്മാവാണ് ജീവൻ നൽകുന്നത്. ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ശരിക്കും പറഞ്ഞ ബൈബിൾ വ്യാഖ്യാനത്തില് വരേണ്ടത്, ഞാൻ അങ്ങനെയുള്ള വ്യാഖ്യാനം കേട്ടിട്ടില്ല, കർത്താവിക്ക് എന്തൊരു വെളിച്ചം കൊണ്ട് ഞാൻ പറയണാണ് ഇപ്പം. ശരിക്കും ഈ പറയേണ്ടത് ഈ 3:4 3:4 കൂടെ, യോഹന്നാൻ 3:4 കൂടെ ലൂപ്പ് ചെയ്യേണ്ട വചനം 3:4 എന്താണ്? ആത്മാവാണ് ജീവൻ നൽകുന്നത്, ജഡം ഫലശൂന്യമാണ് എന്ന് 6:63 പറയുന്ന സംഭവം തന്നെയാണ് ഇപ്പം ഇവിടെ ഈശോ നിക്കോദേമോസിനോട് പറയണത്. എന്താ പറയണത്? 3:6 മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവാണ്. അപ്പൊ ഈ തമ്മിൽ ഇന്ററാക്ഷൻ ഇല്ല. പക്ഷെ ഈ രണ്ട് ഇന്ററാക്ഷൻ ഉണ്ടാക്കാൻ എന്താ മാർഗം? ഉണ്ടാക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് ഈ 6:63. ആത്മാവാണ് ജീവൻ നൽകുന്നത്. ശരീരം ഒന്നിനും ജഡം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. അപ്പൊ അവിടെയാണ് പ്രശ്നം, വാക്കാണ് പ്രശ്നം. ഒരു മെറ്റീരിയൽ ആയിട്ടുള്ള സംഭവത്തെ സ്പിരിച്വലൈസ് ചെയ്യാനുള്ള മാർഗം എന്താ? കർത്താവ് സുവിശേഷത്തിൻ്റെ ഏറ്റവും വലിയ വെളിപാടെന്ന് പറയുന്നത് ഇതിനെ, ഈ മെറ്റീരിയലായിട്ടുള്ള ജഡത്തെ സ്പിരിച്വലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് വചനമാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. ഒരു വ്യക്തി
വചനപ്രകാരം ജീവിക്കുകയാണെങ്കിൽ അയാൾക്ക് വീണ്ടും ജനിക്കാവുന്നതാണ് പറഞ്ഞത്. ഒരിപ്പോൾ ഞാൻ പെന്തക്കോസ്തയിലേക്ക് നമ്മൾ പോവുകയല്ലേ, അപ്പോൾ അതിൻ്റെ 3-ാം ദിവസമാണ് ഇന്ന്. അപ്പോൾ പെന്തക്കോസ്ത യാത്രയുടെ 3-ാം ദിവസമാണ്. അപ്പോൾ ഇന്നെന്താണ് പറയുന്നത്, ഒരു വ്യക്തി വചനപ്രകാരം ജീവിക്കുകയാണെങ്കിൽ ഈ യോഹന്നാൻ 6:63 അനുസരിച്ചുകൊണ്ട് ഇതിനെ ഈ മെറ്റീരിയലിനെ സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റും. ഓരോ വ്യക്തികളും ഇന്ന് പണ്ട് ജഡമായിരുന്നവർ, ജഡത്തിൻ്റെ സ്വഭാവം കാണിച്ചിരുന്നവർ, വെട്ടിപ്പും തട്ടിപ്പും ഒക്കെ ആയിട്ട് നടന്ന് ഞാൻ പറഞ്ഞില്ലേ, ദൈവത്തിനെ കൊണ്ട് അനുഗ്രഹം ചുരത്താൻ വേണ്ടി കൊച്ചിനെ ഇടയ്ക്ക് വരെ സൽപ്രവർത്തികളൊക്കെ ചെയ്ത് നമ്മുടെ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ആരാധനാക്രമങ്ങൾ വരെ നമ്മൾ സൂക്ഷിച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഇതുപോലെയുണ്ട് ദൈവത്തിനെ എങ്ങനെയെങ്കിലും പ്രസാദിപ്പിച്ച് തൽക്കാലത്തേക്കൊന്ന് കാര്യം സാധിച്ച് നിർത്തുക എന്നുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആധ്യാത്മികതയായിട്ട് വരും. അപ്പം അത് അപകടകരമാണ് ശരിക്കും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഈ പെന്തക്കോസ്ത യാത്രയിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പരമാവധി വചന അധിഷ്ഠമായിട്ട് ജീവിക്കാൻ നോക്കുമ്പോൾ നമ്മൾ അറിയാതെ ആധ്യാത്മികത ദൈവത്തെ പ്രവർത്തിക്കാൻ പറ്റിയ വ്യക്തികളായിട്ട് മാറും, ആത്മാവിൽ ജനിച്ചവരായിട്ട് തീരും. പ്രാർത്ഥിക. കർത്താവായ ദൈവമേ, യോഹന്നാൻ 6:63 അനുസരിച്ചുകൊണ്ട് വചനപ്രകാരം ജീവിച്ച് ജഡമായ എന്നെ ആത്മാവിന് പ്രവർത്തിക്കാൻ പറ്റുന്ന പരുവപ്പെടുത്തിയെടുക്കുവാൻ ഞാൻ ശ്രമിക്കുമ്പോൾ കർത്താവേ, ആ ശ്രമങ്ങൾക്ക് പിന്തുണ നൽകിക്കൊണ്ട് എന്നെ കൃപയിൽ വളർത്തുവാൻ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കുവാൻ എന്നെ സഹായിക്കണമേ. സ്നേഹിക്കുന്നവരെ മാത്രമാണ് നിങ്ങൾ സ്നേഹിക്കണമെങ്കിൽ പ്രതിഫലത്തിന് എന്താണ്? Take the word of God. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. മത്തായി 5:46. മത്തായി 5:46. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ. കേട്ടോ എന്താ പറയണത്? നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ചുങ്കക്കാർ പോലും അത് തന്നെ ചെയ്യുന്നില്ലേ? അതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ഈ ചുങ്കക്കാരാണെങ്കിൽ പോലും അവരെ സ്നേഹിക്കുന്നവർക്ക് തന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ അതിന് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് നമുക്ക് റിവാർഡൊന്നുമില്ല. പ്രതിഫലം എന്ന് പറഞ്ഞാൽ ആര് തരേണ്ടതാണ്? ഇതാ ഞാൻ വരുന്നു, എൻ്റെ പ്രതിഫലവും കൊണ്ട് വരുന്നു എന്നാണ് പറയണത്. കൃപയുടെ അവസാന കാലത്തിൻ്റെ വരവിൽ പറയണത് ഇതാ ഞാൻ വരുന്നു, എൻ്റെ പ്രതിഫലവും കൊണ്ട് വരുന്നു, അഥവാ എൻ്റെ സമ്മാനവും കൊണ്ട് വരുന്നു. അപ്പോൾ അതാരാണ്? ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതാണ് പ്രതിഫലം എന്ന് പറയണത്. ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതിനാണ് പ്രതിഫലം എന്ന് പറയണത്. അതെങ്ങനെ കിട്ടണത് നമുക്ക്? അത് നമുക്ക് കിട്ടണം, നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം നിങ്ങൾ സ്നേഹിച്ചാൽ ദൈവത്തിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. ഓക്കെ അല്ലേ? പറച്ച് എന്ത് ചെയ്യണം? ശത്രുക്കളെ സ്നേഹിക്കണം, ദ്രോഹിക്കുന്നവരെ ആശീർവദിക്കണം. സെൻറ്റ് പോൾ പറയും ആശീർവദിക്കുക മാത്രമേ ചെയ്യാവൂ. ഇതിനെ ഉടമ്പടിക്ക് പറ്റുന്ന രീതിയിൽ നമ്മുടെ ജീവിതം പുനഃക്രമീകരിക്കുകയാണ്. എന്താ ഇത് പെട്ടെന്ന് സ്പീഡാക്കാനുള്ള മാർഗ്ഗമാണ്. ഉടമ്പടിയുടെ അനുഭവങ്ങളെ പെട്ടെന്ന് സ്പീഡാക്കാനുള്ള മാർഗ്ഗം. സ്പീഡാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമുക്ക് നമ്മുടെ റോഡിലൊക്കെ ചില റോഡുകളൊക്കെ പോയാൽ നമുക്ക് ഭയങ്കര സ്ലോ ആയിരിക്കും. കട്ടറും അല്ലേ, ബമ്പും ഹമ്പും കട്ടറും എല്ലാം കൂടി അങ്ങനെ വിടും. പക്ഷേ അങ്ങനെയല്ല, ഇതെല്ലാം നിരപ്പാകും. ജനങ്ങളുമായിട്ട് നമ്മൾ നിരപ്പായി കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ സ്പീഡ് കൂടും. അതുകൊണ്ടാണ് സെൻറ്റ് ജോണൊക്കെ പറയണത്. എന്താ പറയണത്? കുന്നും മലയും നിരപ്പാക്കുവിൻ. അതാണ് സംഭവം. കുന്നും മലയും വളഞ്ഞവ ഋജുവാക്കപ്പെടും. അപ്പം നേരെ എല്ലാ വിഷയത്തിൻ്റെ പിന്നിലും സൂത്രപ്പണികളൊന്നും പറ്റത്തില്ല, മറിച്ച് നേരെ പോകാൻ പറ്റത്തുള്ളൂ. നമുക്കിത്തിരി സാമ്പത്തിക നഷ്ടം മാനുഷികവും ഭൗതികമായിട്ടും ഉണ്ടായാലും സൂത്രപ്പണി പറ്റത്തില്ല. അപ്പോൾ ഇതിന് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത്, ഉടമ്പടിയിലേക്ക് വരുമ്പോൾ സ്പീഡാകണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യും? ഈശോ വരാൻ പോയപ്പോൾ യോഹന്നാൻ എന്താ പറഞ്ഞത്? യോഹന്നാൻ പറഞ്ഞത് എന്താണ്? വൃക്ഷങ്ങളുടെ വേരിന് കോടാലിപ്പിക്കപ്പെട്ടിരുന്നു, ഫലം തരാത്ത വൃക്ഷങ്ങളെ വെട്ടി തീരെറിയപ്പെടും എന്ന് പറഞ്ഞാൽ കുന്നും മലയും നിരപ്പാക്കപ്പെടും. അപ്പോൾ ഇങ്ങനെ നേരെ ആക്കി കഴിഞ്ഞാൽ, അതായത് വളവ്, വഞ്ചന, ചതി, പറ്റിപ്പ്, ഇങ്ങനെയുള്ള ഓരോ കുടില സൂത്രങ്ങളൊക്കെ എല്ലാം റെക്ടിഫൈ ചെയ്യണം. ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്കവിടെ നഷ്ടവും ലാഭവും നോക്കരുത്. ദൈവമാണ് ഏറ്റവും വലിയ ലാഭം. പിടികിട്ടുന്നുണ്ടോ? ദൈവമാണ് ഏറ്റവും വലിയ
ലാഭം. അതായത് ഒരു പശു 40,500 രൂപയ്ക്ക് വാങ്ങിച്ചു. അത് അതിനെ വിറ്റപ്പോൾ 35,750 രൂപ. ലാഭമോ നഷ്ടമാണ്? നഷ്ടം. പക്ഷേ ആൾക്കാർ ചിലർ പറയും മറ്റത് 500 രൂപയല്ലേ, ഇപ്പോൾ 750 രൂപ കിട്ടിയല്ല എന്ന് പറയും. ആൾക്കാരെ അളക്കണത് ഇങ്ങനെയാണ്. വെച്ച് കഴിഞ്ഞാൽ ഈ ദൈവത്തെ പോലും അളക്കണത് ഇങ്ങനെയാണ്. അതായത് നിങ്ങൾ ഈ ക്യാഷ് ആൻഡ് കൈൻഡ് വെച്ചുകൊണ്ടാണ് ദൈവത്തെ അളക്കണത്. എന്നിട്ട് നിങ്ങൾ വിചാരിക്കണത് ദൈവമാണ് ഏറ്റവും വലിയ ലാഭം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ജീവിതത്തെ കണക്കാക്കേണ്ടത് നമുക്ക് ജീവിതത്തിലുണ്ടാകുന്ന ചെറിയ രൂപയുടെ ലാഭവും എടുത്തിട്ട് അത് നഷ്ടമെടുത്തിട്ട് അത് വലിയ നഷ്ടമാണ് നിങ്ങൾ കൊട്ടിക്കോഷിച്ച് മോന്തം കയറ്റിയിരിക്കരുത്. മറിച്ച് എന്താണ്, ദൈവത്തെ കിട്ടാൻ വേണ്ടി കുറേ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും ജീവിതത്തിൽ. ചിലപ്പോൾ ക്ഷമയായിരിക്കും, ചിലപ്പോൾ നന്മയായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഓരോ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾക്ക് അനപേക്ഷണമായിട്ട് ജീവിതം ഒന്ന് പുനഃക്രമീകരിക്കുന്നതാണ്. അത് അങ്ങേര് പശ്ചാത്താപത്തിന് ജ്ഞാനസ്ഥാനമാണ് നൽകിയത് യോഹന്നാൻ മാന്താന. അപ്പോൾ ഈശോ വന്നപ്പോൾ പരിശുദ്ധാത്മാവിന് ജ്ഞാനസ്ഥാനം നൽകി. പക്ഷേ ആ പരിശുദ്ധാത്മാവിന് ജ്ഞാനസ്ഥാനം നൽകിയപ്പോഴേ കർത്താവ് കുന്നും വരെയും നിരപ്പാക്കണ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞെന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എല്ലാവർക്കും അറിയാം. അതെന്താണ്? സ്നേഹം, ക്ഷമ, ദയ, നന്മ. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ. 5:22-23 ഗലാത്യർ 5:22-23. എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. ഇതെന്ത് വരുന്ന വെച്ചാൽ ഇതിനകത്ത് ഇപ്പോൾ പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. റോമ 5:5 വായിച്ചേ. ഈ റോമ 5:5 ഗലാത്യർ 5:22 നമ്മുടെ കണക്ഷൻ ഉണ്ടെന്നാണ് ഇപ്പോൾ പരിശുദ്ധാത്മാവ് നൽകുന്ന സൂചന. ഗലാത്യർ 5 റോമ 5:5 റോമ 5:5 പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. ഒന്ന് പറഞ്ഞ പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പ്രത്യാശ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? സ്നേഹം ചൊരിഞ്ഞു എന്നതിൻ്റെ അർത്ഥം. ക്ലിയർ അല്ലേ? നമുക്ക് പ്രത്യാശ ഉണ്ടെങ്കിൽ സ്നേഹം നമ്മളിലേക്ക് ചുരിഞ്ഞു എന്ന അർത്ഥം. നമുക്ക് ദൈവസ്നേഹം വന്നു എന്ന് എങ്ങനെ അറിയാൻ പറ്റും? അച്ഛനും പറയും, എല്ലാവരും പറയും ദൈവസ്നേഹം. പക്ഷെ നമ്മളിലേക്ക് ദൈവസ്നേഹം വന്നുവെന്ന് എങ്ങനെ അറിയാൻ പറ്റുമെന്നാണ് ഇപ്പോൾ പരിശുദ്ധാത്മാവ് ഓൺലൈനിൽ പറയണത്. എന്താ പറയണത്? അതായത് ഒന്ന് റോമർ 5:5 വായിച്ചേ. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. അപ്പൊ നമ്മൾക്ക് ഒരു വിഷയത്തിൽ പ്രത്യാശ ഉണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പരിശുദ്ധാത്മാവ് നമ്മൾ നിറഞ്ഞു എന്നതിൻ്റെ അർത്ഥം പറഞ്ഞിരിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഫലം എന്താണ്? അത് സമാധാനമാണ്. ഈ പ്രത്യാശ എന്ന് പറയുന്നത് തന്നെയാണ് സമാധാനം. നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ കണ്ടില്ലേ? പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ഉടനെ ഫലം വന്ന്. എന്താണത്? ഗലാത്യർ 5:22 വായിച്ചേ. ഗലാത്യർ 5:22-23 ഗലാത്യർ 5:22-23 എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ. അതായത് സ്നേഹം പറഞ്ഞേ, ആനന്ദം, സമാധാനം, ക്ഷമ. ഈ സമാധാനവും ക്ഷമയും എന്തിനുള്ളതാണ്? അത് തന്നെയാണ് ഈ പ്രത്യാശയുടെ കടുപ്പിച്ചിരിക്കുന്ന മനോഗുണങ്ങളെന്ന് പറയണത്. അതായത് നമ്മൾക്കൊരു വിഷയത്തിൽ പ്രത്യാശ ഉണ്ടെങ്കിൽ നമുക്കെന്തുണ്ടാകും? സമാധാനം ഉണ്ടാകും. പ്രത്യാശ ഉണ്ടെങ്കിൽ നമുക്കെന്തുണ്ടാകും? സമാധാനം ഉണ്ടാകും. ഈ പ്രത്യാശ സമാധാനം ഉണ്ടാകുമ്പോഴേ സ്വാഭാവികമായിട്ട് നമുക്ക് സമാധാനം കഴിഞ്ഞുള്ള ഫലം എന്താണ്? ക്ഷമയാണ്. ക്ഷമ എന്താണ്? കാത്തിരിക്കുന്ന സ്നേഹമാണ് ക്ഷമ. ആരുടെ കാത്തിരിക്കുന്ന സ്നേഹം? ദൈവത്തിൻ്റെ സ്നേഹത്തെ കാത്തിരിക്കുന്നു. മനസ്സിലായില്ലേ? കാത്തിരിക്കുന്ന സ്നേഹത്തിനാണ് ക്ഷമയെന്ന് പറഞ്ഞാൽ. അല്ല ഗാന്ധിജി പറയുന്ന വെജിറ്റബിൾ കഴിക്കുന്ന ആൾക്കാരുടെ ക്ഷമയല്ല. ഇപ്പോൾ ഒരു സായിപ്പ് പുസ്തകം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഗാന്ധി വന്ന് സൗത്ത് ആഫ്രിക്കയിൽ ഗാന്ധിയുടെ കൂടെ ഇരുന്നെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഉടനെ വെള്ളക്കാരൻ്റെ കൂടെ കറുത്തവൻ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഉടനെ അയാൾ അടിച്ചെന്ന് പറഞ്ഞ്. അപ്പോൾ അടിച്ചെന്ന് പറഞ്ഞപ്പോൾ ഗാന്ധി സൗമ്യമായെന്ന് പറഞ്ഞു, ശാന്തമായെന്ന് പറഞ്ഞ്. അതൊരു ക്ഷമയാണ്.
അതിന് വെജിറ്റബിൾ ക്ഷമ എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചക്കറി മാത്രം കഴിച്ച് ജീവിക്കുന്നവർക്ക് സ്വാഭാവികമായിട്ട് ക്ഷമയുണ്ടാകും. പന്നി ഇറച്ചിയും പശുവിറച്ചി കഴിക്കുന്നവർക്ക് ചൂടുണ്ടാകും. അത് നമ്മുടെ ബോഡിയും നമ്മൾ കഴിക്കുന്ന ആഹാരവും ശരീരത്തിൻ്റെ ചൂടും അവൻ്റെ പ്രവർത്തനങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇന്ത്യ ഓരോരുത്തർ യുദ്ധത്തിന് പോയിട്ടില്ലല്ലോ, പോയാ അവരടുത്തും പോയാ? ഇന്ന് വരെ ഇന്ത്യക്കാരൻ യുദ്ധത്തിന് പോയിട്ടില്ല. നമ്മുടെ മേക്കെട്ട് കയറാൻ വന്നിട്ടേ ഉള്ളൂ. നമ്മളെന്താ യുദ്ധത്തിന് പോകാഞ്ഞത്? നമ്മുടെ സസ്യബുക്കുകളാണ് ബേസിക്കായിട്ട് സസ്യബുക്കുകളാണ്. 5000 കുറച്ച് ചരിത്രം എടുത്താൽ ഓരോരുത്തരും പോയി ആക്രമിച്ച് ആരെങ്കിലും വന്നപ്പോൾ അളമുട്ടിയ തിരിഞ്ഞ് കടിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ വായിക്കറി പല്ലുണ്ടാന്ന് നോക്കിയപ്പോൾ കടിച്ചെന്നല്ലാതെ അങ്ങോട്ട് കയറി കാച്ചിട്ടില്ല. അപ്പം അങ്ങനെ സസ്യബുക്കുകൾക്ക് സ്വാഭാവികമായൊരു ക്ഷമ ഉണ്ടാകും. ആ ക്ഷമയല്ല പരിശുദ്ധാത്മാവിൻ്റെ ക്ഷമ, തെറ്റിദ്ധരിക്കരുത്. പരിശുദ്ധാത്മാവിൻ്റെ ക്ഷമയെന്ന് പറയണത് പച്ചയിറച്ചി കഴിച്ചാലും എന്താണ് കിട്ടണത്? കഴിക്കാതെ ജീവിക്കാൻ പറ്റുമോ? ചൈനയിലെ ആൾക്കാർ പാമ്പ് തിന്നുന്നുണ്ട്, പട്ടിയെ തിന്നുന്ന ആൾക്കാർ വരെ ഉണ്ട്. അവിടെ അതേ കിട്ടത്തുള്ളൂ. പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എന്താണ് കിട്ടണത് അത് തിന്ന് അവൻ ജീവിക്കുകയാണ് അവിടെ. അപ്പോൾ അതേസമയം തന്നെ ഈ ഭക്ഷണ കാര്യങ്ങൾ വരുന്ന ക്ഷമയെക്കുറിച്ചുള്ള പരിശുദ്ധാത്മാവ് പറയണത് ദൈവസ്നേഹം നിറയുമ്പോൾ ഇപ്പോൾ ഈ ആംഗ്ലോ സാക്സൺസ് എന്ന് പറയുന്ന ഇംഗ്ലീഷുകാരൻ്റെ അവരുടെ വർഗ്ഗം ഏതാണ്? ആംഗ്ലോ സാക്സൺസ് ആണ്. ഈ ആംഗ്ലോ സാക്സൺസ് ആരായിരുന്നു? കാനിബാൽസ് ആയിരുന്നു. മനുഷ്യനെ തിന്നുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു തിന്നുന്ന ആൾക്കാരായിരുന്നു. ഒരു 10,000-10,000 കൊല്ലം മുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു തിന്നുന്ന ആൾക്കാരായിരുന്നു ഇംഗ്ലീഷുകാർ. കണ്ണിബാൽസ് ആയിരുന്നു. പക്ഷേ ഈ കണ്ണിബാൽസിൽ നിന്നാണ് പിന്നീട് ഫാദർ ഡാമിയനും മദർ തെരേസ ഒക്കെ ഉണ്ടാകുന്നത്. അത് സുവിശേഷം ഉണ്ടാക്കിയാണല്ല, പച്ചക്കറിയിൽ നിന്ന് ഉണ്ടാക്കിയതല്ല. പിടിയിട്ടില്ലേ? ഈ പരസ്പരം പിടിച്ചു തീരുന്ന ഒരു ജനതയാണ് സുവിശേഷം, ബൈബിള്, ഫാദർ ഡാമിയനെയും അതുപോലെ തന്നെ അസിസി പുണ്യാളനെയും അതുപോലെ തന്നെ മദർ തെരേസനെ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്ന് വെച്ച് നരഭോജികളെയാണ് അവസാനം നരന്മാർക്ക് വേണ്ടി ഭോജനമായി തീരുന്ന വ്യക്തികളായിട്ട് ബൈബിൾ കൺവേർട്ട് ചെയ്യണത്. ഇത് ഭക്ഷണപാനീയങ്ങൾ കൊണ്ടും അനുഷ്ഠാനക്രമങ്ങൾ ഉണ്ടാക്കിയതല്ല. പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ, ഒരു വ്യക്തിക്ക് നിറയുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളാണ് ഉണ്ടാകുന്നത്. ഇതിനെ നാഗാലാൻഡിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ കാണുന്നത് എന്താ? പണ്ടത്തെ നാഗാലാൻഡുമാരുടെ ചരിത്രം എന്താ? ഇപ്പോഴും ചിലരന്മാർ കണ്ട് നാഗൻസിൻ്റെ കഴുത്തിലൊക്കെ, പഴയ നാഗൻസിൻ്റെ കഴുത്തിലൊക്കെ 25 തലയോട് 35 തലയോടൊക്കെ മാല പോലെ കൊടുത്തിട്ടിരിക്കുകയാണ്. എന്താ കാര്യം? അവൻ എത്ര പേരെ കൊന്നിട്ടുണ്ടോ അതാണ് അവൻ്റെ ബലം. ഇപ്പം ഗുണ്ടകളൊക്കെ പറഞ്ഞാൽ എത്ര പേരെ തട്ടിയിട്ടുണ്ട്, അതല്ല അവരുടെ ബലം. അപ്പം അങ്ങനെയുള്ള നാഗന്മാരാണ് ഇന്ന് സുവിശേഷം സ്വീകരിച്ചിട്ട് സുവിശേഷ പ്രവർത്തനമായിട്ട് മാറണത്. എന്തിൻ്റെ ഗുണമാണത്? ഭക്ഷണത്തിൻ്റെ. ആ പഴയ ഭക്ഷണത്തിൻ്റെ അവരിപ്പോൾ പട്ടിയിറച്ചി ഇപ്പോൾ തിന്നുന്നുണ്ട്. പക്ഷേ ഭക്ഷണമല്ല അവിടുത്തെ പ്രശ്നം. എന്താ കാര്യം? അവർ ഭക്ഷിക്കാനുള്ള സംഭവം ഭക്ഷിച്ചു. എന്താണ്? കർത്താവിൻ്റെ ശരീരം, യഥാർത്ഥ വചനം ഭക്ഷിച്ച് കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. വചനം നിങ്ങളെ പ്രാവർത്തികമാക്കി കഴിയുമ്പോൾ അത് ഭക്ഷിച്ചതിന് തുല്യമാണ്. അപ്പോഴെന്ത് ചെയ്യും? നിങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് വരും. അപ്പോൾ നിങ്ങൾ എന്ത് പറ്റും? പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളുണ്ടാകും. അതെന്താണ്? സമാധാനം, പിന്നെന്താണ്? ക്ഷമ. എന്ന് വെച്ചാൽ കാത്തിരിക്കുന്ന സ്നേഹം. ആരുടെ സ്നേഹമാണ്? എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം. എൻ്റെ ജീവിതത്തിൽ കർത്താവ് ഇടപെടാൻ പോകുന്നു. പക്ഷേ എൻ്റെ മക്കളെ, ഞാനൊരു കാര്യം നിങ്ങളോട് തുറന്ന് പറയണം കേട്ടോ. ഈ സ്നേഹം, ക്ഷമ അല്ലെങ്കിൽ സമാധാനം എന്ന് പറയണത് വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് നമുക്കൊരു നോട്ട് തരും. അങ്ങനെയാണ് നമുക്ക് സമാധാനം ഉണ്ടാകണത്. സുവിശേഷ സമാധാനം എന്ന് പറഞ്ഞാൽ അതാണ്. എന്ന് വെച്ചാൽ നമ്മൾ സുവിശേഷം ജീവിച്ച് കഴിയുമ്പോൾ, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വക്താക്കളായി കഴിയുമ്പോൾ, പരിശുദ്ധാത്മാവ് വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു നോട്ട് തരും. അങ്ങനെയല്ല നമുക്ക് കാത്തിരിക്കുന്ന സ്നേഹമല്ലേ സമാധാനം. അപ്പോൾ നമുക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾക്ക് പരിശുദ്ധാത്മാവ് ഒരു നോട്ട് തരുമ്പോൾ നമ്മൾ സമാധാനമായിട്ടിരിക്കും. അതുകൊണ്ടാണ് ഇസ്രായേൽക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോഴും, ചില മുസ്ലിംസ് അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോഴൊക്കെ ഈ സലാമൊക്കെ പറയും, ഷാലോം എന്ന് പറയും. ഈശോ തന്നെ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ അലക്സ്ലാമ എന്ന് പറയും. എന്താണ്? സമാധാനം എന്നാണ്. എന്ന് വെച്ചാൽ വരാൻ പോകുന്ന ഈ പരിശുദ്ധാത്മാവിനെ കാത്തിരിക്കുക എന്നതിൻ്റെ അർത്ഥം. അലക്സ്ലാമ, നിങ്ങൾക്ക് സമാധാനം എന്ന് വെച്ചതിൻ്റെ അർത്ഥമാണ്. പിന്നെ എന്താ പറയുക? അലക്സ്ലാമ എന്ന് ഈശോ 7 പ്രാവശ്യം പറയും. 7 പ്രാവശ്യം പറഞ്ഞതിന് ശേഷം എന്താ പറയണത്? സ്ലാമ എന്ന് വെച്ച് കഴിഞ്ഞാൽ സമാധാനം, എന്ന് വെച്ച് കഴിഞ്ഞാൽ കാത്തിരിക്കുന്ന സ്നേഹം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. അപ്പോൾ സ്ലാമ എന്ന് ഈശോ പറഞ്ഞതിന് ശേഷമാണ് പറയണത്, ഞാൻ എൻ്റെ പിതാവിനോട് ചോദിക്കുകയും നിത്യം നിങ്ങളോടുകൂടി ആയിരിക്കുവാൻ മറ്റൊരാശ്വാസകനെ നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യും. ആശ്വാസകൻ എന്ത് ചെയ്യും? കർത്താവ് പറഞ്ഞിട്ടുണ്ട്, വരാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കും. യോഹന്നാൻ 16:14 അവൻ സ്വമേധയാ ആയിരിക്കില്ല സംസാരിക്കുന്നത്. പറഞ്ഞ അവൻ സ്വമേധയാ ആയിരിക്കില്ല സംസാരിക്കുന്നത്. അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ
അതായത് ഒന്ന് ഏറ്റു പറഞ്ഞ വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അപ്പൊ നിങ്ങൾ ഇന്റൻഷൻ വെക്കരുത്. 6 കാര്യങ്ങൾ പറയാൻ പറഞ്ഞില്ലേ? അപ്പോൾ പണ്ടൊക്കെ ഞാൻ പറയാമായിരുന്നു, ഞാൻ ഇടയ്ക്ക് പറയാൻ മറന്നുപോയതാ. ഇപ്പോൾ ആൾക്കാർ 6 കാര്യത്തിന് 7 കാര്യം എഴുതി വെക്കും. അതാണ് പ്രശ്നം. ഒരു കോളം വിട്ടാൻ പറയുമായിരുന്നു. 6 കാര്യങ്ങളിൽ ഒരു കോളം ഒന്നും എഴുതരുതെന്ന് പറയുമായിരുന്നു. എന്താ കാര്യം? അത് പരിശുദ്ധാത്മാവിൻ്റെ കോളമാണ്. അവിടെ പരിശുദ്ധാത്മാവാണ് വരേണ്ടത് അവിടെ. കാര്യം പരിശുദ്ധാത്മ വന്നാൽ എന്താ ഗുണമെന്ന് പറഞ്ഞാൽ, പരിശുദ്ധാത്മ വന്നാൽ വരാനിരിക്കുന്ന കാര്യങ്ങൾ 16-14 വർക്കൗട്ട് ചെയ്യും. എന്താ പറഞ്ഞത്? വരാനിരിക്കുന്ന കാര്യങ്ങൾ. യോഹന്നാൻ 16-14 എന്താണത്? വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. നിങ്ങളൊന്ന് പറഞ്ഞ വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അപ്പോൾ വരാനിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോഴേ ഇപ്പം തന്നെ ഇപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ നിൽക്കുമ്പോഴുണ്ടല്ലോ, ഇപ്പോൾ ചിലർ പറയും വണ്ടി താമസമാണ്, വണ്ടി ഇല്ല ഇന്ന് എന്നൊക്കെ പറയുമ്പോൾ ഈ ആൾക്കാർ അവിടെ നിൽക്കുമ്പോൾ ഈ കമ്പ്യൂട്ടറൊക്കെ നോക്കാൻ അറിയാൻ പാടില്ലാത്തവരാണെങ്കിൽ നമ്മൾ പ്രാന്ത് പിടിപ്പിക്കും. എന്താ കാര്യം? ഇന്ന് വണ്ടി ഇല്ലെന്നാ തോന്നുന്നത്, ആ വണ്ടി ഇല്ലെന്ന് തോന്നണം. അപ്പോഴാണ് കുറച്ച് കഴിയുമ്പോഴാണ് നമ്മൾ ആ കമ്പ്യൂട്ടറെ ആ വണ്ടിയുടെ നമ്പർ കുത്തി കഴിയുമ്പോഴാണ് ആ വണ്ടി നമുക്ക് ആലപ്പുഴ പോകേണ്ടതാണ്, ഇപ്പം നമ്മൾ തൃശ്ശൂർ നിൽക്കുകയാണ്, ആ വണ്ടി തൃശ്ശൂരിന് വടക്കാഞ്ചേരി എത്തിയെന്ന് കാണിക്കും അവിടെ. അപ്പോൾ വരാനിരിക്കുന്ന കാര്യങ്ങൾ അറിയുമ്പോൾ നമുക്ക് സമാധാനം കിട്ടത്തില്ലേ? ഇല്ലേ? തൃശ്ശൂർ വണ്ടി ഇല്ലെന്നൊക്കെ പറഞ്ഞപ്പോൾ പക്ഷേ വാച്ച് നോക്കി ഇനി അടുത്ത വണ്ടിക്ക് പോകണമല്ലോ, നടന്ന് പോകണ ബസ്സിന് പോകണമെന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് സമാധാനം പോയിരിക്കുകയല്ലേ? അപ്പോഴാണ് കമ്പ്യൂട്ടറിൽ നമ്മൾ വണ്ടിയുടെ നമ്പർ അടിക്കണത്. അപ്പോൾ എന്താ പറയും? വടക്കാഞ്ചേരി എന്ന് കാണിക്കും. അപ്പോൾ തൃശ്ശൂർ നിൽക്കുന്ന പാർട്ടി കുഴപ്പമില്ല, ഇനിയിപ്പോൾ അരമണിക്കൂറിൽ വണ്ടി ഇവിടെ വരും. വരാതിരിക്കുമ്പോൾ അപ്പോൾ നമുക്ക് എന്താ സംഭവിച്ചത്? നമുക്ക് സമാധാനം കിട്ടി. അതാണ് ഈ പറയണത്. അപ്പോൾ സമാധാനവും പരിശുദ്ധാത്മാവും തമ്മിൽ ബന്ധമുണ്ട്. എങ്ങനെയുള്ള ബന്ധമാണ്? വരാൻ പോകുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. ഇപ്പം ക്ഷമയെന്ന് പറഞ്ഞാൽ എന്താണ്? കാത്തിരിക്കുന്ന സ്നേഹം. അപ്പം ക്ഷമയും സമാധാനവും ഒരു സംഭവം തന്നെയാണ്. രണ്ട് അനുഭവങ്ങളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിൻ്റെ അകത്ത് ഈ സമാധാനം കാത്തിരിക്കുന്ന സ്നേഹമാണ് സമാധാനമെങ്കിൽ ആ കാത്തിരിക്കാൻ വരുമ്പോൾ മനുഷ്യന് വരുന്നതാണ് ക്ഷമക്കെടും. ക്ഷമക്കെടെന്ന് പറഞ്ഞതില്ലേ, ക്ഷമക്കൊരു കുഴപ്പമുള്ളത് പെട്ടെന്ന് ഈ സാധനം കാറ്റ് വരുമ്പോൾ കെട്ടുപോകും. വിളക്കിന് പിടിക്കണ പോലെ വിളക്ക് കത്തിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? കാറ്റുണ്ടെങ്കിൽ കൈ പിടിക്കും ഇല്ലേ? ഈ കൈ പിടിക്കുന്ന പരിപാടിക്കാണ് ക്ഷമ, സഹിക്കുന്ന സ്നേഹമെന്ന് പറയണത്. ക്ഷമയെന്ന് പറഞ്ഞാൽ എന്താണ്? സഹിക്കുന്ന സ്നേഹമാണ്. കാത്തിരിക്കുന്ന സ്നേഹം തന്നെയാണ്, പക്ഷേ അതിൻ്റെ അകത്ത് കാത്തിരിക്കുന്ന സ്നേഹം സമാധാനമാണ്, സഹിക്കുന്ന സ്നേഹം ക്ഷമയാണ്. അപ്പോൾ ഈ കാത്തിരിക്കുന്ന സ്നേഹത്തിന് ചില സമയത്ത് ഇത്തിരി നീട്ടം കൂടി പോയി കഴിഞ്ഞാൽ നമുക്കൊരു ക്ഷമകേട് വരും. ആ ക്ഷമകേട് വരാൻ വേണ്ടി എന്ത് ചെയ്യും? നമ്മൾ ക്രിസ്തുവിൻ്റെ നാമത്തിലേക്ക് നമ്മുടെ ക്ഷമകേട് നമ്മൾ അക്കൗണ്ട് ചെയ്യും. കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞാൻ ഇവിടെ ഇരുന്നൊരു കൊന്തയില്ലോ, നല്ല കാര്യം, ഇനി കൊന്തയില്ല, ഒരു സമയം കിട്ടിയല്ലോ, നന്ദി കേട്ടോ. ക്ഷമനെ ഓരോ കണ്ടില്ലേ? അല്ലെങ്കിൽ നമ്മൾ വാച്ച് നോക്കിയിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ഷമയുള്ളവരാണെങ്കിൽ, കർത്താവിൻ്റെ ക്ഷമ പരിശുദ്ധാന് ഫലമുള്ളവരാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ജപമാല ചെല്ലും. നമ്മളെന്ത് ചെയ്യും? എന്നിട്ട് നമ്മളോട് ഈ എവിടെയെല്ലാം കർത്താവിന് കാലുകുത്താൻ പറ്റണില്ല ആ രാജ്യങ്ങളെല്ലാം നമ്മളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. നോക്കിയേ, അപ്പോഴേ വണ്ടി വരുമ്പോഴും നമ്മൾ കയറത്തില്ല. കർത്താവേ, കൊന്ത 4ാമത്തെ കേസം വരെ എത്തിയുള്ളൂ, ഒരു കേസം കൂടി കഴിഞ്ഞിട്ട് കൊന്ത വണ്ടി വന്നാൽ ഇപ്പോൾ എന്ത് പറ്റി? ആളുടെ മാറ്റം കണ്ട. നമ്മൾ 4 രഹസ്യം ചെല്ലിയപ്പോൾ വണ്ടി വന്ന്, അപ്പോൾ വെച്ചു കരയേക്കാം, അകത്തിരുന്ന് ചെല്ലേക്കാം, അകത്തിരുന്ന് ചെല്ലേക്കാം എന്ന് വിചാരിക്കും. എന്താ കാര്യം? അപ്പോൾ വണ്ടി വന്നത് നമ്മളെ നേരത്തെ വന്ന പോലെ നമുക്ക് തോന്നി. ഇപ്പോൾ അതിനാണ് ക്ഷമ എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ്. ഞാൻ മുമ്പ് പറഞ്ഞതാണ് സത്യം. ദൈവം എന്ത് സമ്പൂർണ്ണ A+B² എന്ന് പറഞ്ഞാലും ശരി, എന്ത് സങ്കീർണമാക്കി ദൈവത്തെ നിങ്ങൾ മാറ്റിയാലും ശരി, ദൈവത്തിനെ സങ്കീർണമാക്കി മാറ്റിയതാണ് അക്കാഡമികളുടെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത്. ദൈവത്തിനെ നമ്മൾ എന്ത് സങ്കീർണമാക്കി മാറ്റിയാലും ഓർക്കുക, കറണ്ട് എത്ര ഉൽപ്പാദിപ്പിച്ചാലും വരേണ്ടത് വയറിലൂടെയാണ്, വരേണ്ടത് ദൈവം എത്ര പവർഫുള്ളാണെന്ന് പറഞ്ഞാലും, ഓമിനിപ്പൊട്ടൻ്റാണ്, ഓംനിഷ്യൻ്റ് ആണെന്നൊക്കെ പറഞ്ഞാലും, ഇനി അത് എക്സ്പ്ലെയിൻ ചെയ്ത് നിന്നാൽ പോലും ഇത് നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് വയറിലൂടെയാണ്, പ്രാർത്ഥനയിലൂടെയാണ്, ദൈവസ്നേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെയാണ്. കോമൺ പീപ്പിൾ കൈകാര്യം ചെയ്യണത് ആ മേഖലയാണ് കൈകാര്യം ചെയ്യണത്. എന്ന് വെച്ചാൽ ദൈവത്തെ ടാപ്പ് ചെയ്യുന്നതിന്, ദൈവത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതിന് സിമ്പിളായിട്ടുള്ള മെത്തേഡുകൾ ഉപയോഗിക്കുന്നു കോമൺ പീപ്പിൾ. എന്നിട്ട് ജീവിതത്തിൻ്റെ സങ്കീർണതകൾ ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് അവർ അതിനെ ഫേസ് ചെയ്യുകയാണ്. ദൈവമാണെങ്കിൽ ഇതിനു വേണ്ടി അങ്ങോട്ട് ഇരിക്കുക. എന്ന് വെച്ചാൽ നമ്മൾക്ക് എന്തുമാത്രം സിമ്പിളായിട്ട് മനസ്സിലാക്കി തരാം അത്രയും സിമ്പിളായിട്ട് മനസ്സിലാക്കും. ദൈവത്തെക്കുറിച്ച് സൈന്യങ്ങളുടെ കർത്താവാണ്, അതുപോലെ തന്നെ ദൈവം എല്ലാം നന്മ സ്വരൂപനാണ്, ദൈവം സച്ചിദാനന്ദനാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് യേശുവിന് മുമ്പ് ലോകം പറഞ്ഞത്, ഇന്ത്യക്കാരെല്ലാം പറഞ്ഞു ദൈവം സച്ചിദാനന്ദ, സത്ത്, ചിത്ത്, ആനന്ദം എല്ലാം കൂടി ഒരുമിച്ചിരുന്ന ആളാണ്. ദൈവത്തിൽ സങ്കടമില്ല, ദൈവത്തിൽ മ്യൂട്ടേഷൻ ഇല്ല, ഒന്നുമില്ലെന്ന് പറയും.
ഇംഗ്ലീഷുകാരൻ പറയും ഗോഡ് ദൈവം ഗോഡാണെന്ന് പറയും. എന്താ കാര്യം? ദൈവം എല്ലാ നന്മ, ഗോഡ് ഗുഡ്നെസ് ആണ്, എല്ലാ നന്മകളുടെ സ്വരൂപനാണെന്ന് പറയും. യഹൂദൻ പറയും ദൈവം സൈന്യങ്ങളുടെ കർത്താവാണ്. ഞങ്ങൾക്ക് ആൾക്കാർ കുറവാണ്, ഞങ്ങൾ കുറച്ച് ആൾക്കാർ, ഇപ്പോഴും 1 കോടി ആൾക്കാരുള്ളൂ, ഞങ്ങൾക്ക് വേണ്ട സൈന്യമാണ്, അപ്പോൾ ഞങ്ങളുടെ സൈന്യം ദൈവമാണ്. അതുകൊണ്ട് എപ്പോഴും പറയും കർത്താവേ സൈന്യങ്ങളുടെ കർത്താവേ, അങ്ങനെ വാസസ്ഥലം എത്ര മനോഹരം എന്ന് പറയും. അവർ സൈന്യങ്ങളുടെ കർത്താവാണ്. ഈശോ വന്നപ്പോൾ പറഞ്ഞു സൈന്യങ്ങളുടെ കർത്താവ് അല്ലെന്ന് ഈശോ പറഞ്ഞില്ല. പറഞ്ഞോ? ഗുഡ്നെസ് അല്ലെന്ന് ഈശോ പറഞ്ഞ അല്ല, സച്ചിദാനന്ദ അല്ലെന്ന് ഈശോ പറഞ്ഞില്ല. ഇതൊന്നും നിഷേധിച്ചില്ല. പൂർവ്വകാലങ്ങളിൽ ഹെബ്രായർ 1:1 പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിൽക്കുന്ന, അതായത് വിശ്വാമിത്രനായാലും ശരി, ഏത് മഹർഷിയായാലും ശരി, അതുപോലെ തന്നെ മുഹമ്മദ് നബി ആയാലും ശരി, മോശയായാലും ശരി, ഏത് മതസ്ഥാപകനായാലും ശരി, ബൈബിൾ കാണുന്നത് പ്രവാചകനായിട്ടാണ് കാണുന്നത്. ഒള്ളി പ്രവാചകൻ. കണ്ടോ? ഇങ്ങനെ പല ഘട്ടങ്ങളിൽ ദൈവം തൻ്റെ ജനങ്ങളോട് വിവിധ കാലങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന കാലങ്ങളിൽ തന്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. എന്താണ് സംസാരിച്ചത്? ദൈവം ആരാണെന്ന് പറഞ്ഞത്? ഫാദർ. അതാണ് വിഷയം. എല്ലാം പറഞ്ഞ എല്ലാം റൈറ്റ് ഓഫ് ചെയ്തിട്ട് ദൈവത്തിന് ഒറ്റ ഹെഡിങ് കൊടുത്ത്. എന്താണ്? ഫാദർ. പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ പറയും കർത്താവേ ഞങ്ങൾക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കണം. അപ്പോൾ പറയും പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ആർക്കും പ്രാർത്ഥിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ദൈവം പിതാവാണെന്ന് പറയുമ്പോഴേ എന്ത് പിതാവാണ്? തൻ്റെ ഏകജാതിനെ നൽകാൻ തക്ക വിധം അത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്ന യേശുക്രിസ്തുവിന്റെ പിതാവാണ്. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. നൽകിയ ദൈവത്തിന്റെ സ്നേഹം